അവരെവിടെ പോകാനാ സാധ്യത? നിനക്കെന്താ തോന്നുന്നത്? ഇത്രയും രാവിലെ അല്ലെങ്കിൽ തന്നെ എവിടെ പോകാനാ? കാർ എടുത്തിട്ടില്ല, അവരുടെ ഒരു സാധനങ്ങളും എടുത്തിട്ടില്ല. ആരോടും പറയാതെ, വിളിക്കാൻ ഒരു ഫോൺ പോലും എടുക്കാതെ ഇവനിത് എവിടെ പോയി? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യൂ ചേച്ചി? ഒന്ന് ആലോചിച്ച് നോക്ക്. വീട്ടിലുള്ളവരെ എല്ലാം സങ്കടപ്പെടുത്തി അവര് രണ്ടുപേരും കൂടെ ഒരു പോക്കങ്ങ് പോയി കഴിഞ്ഞാ അതിന്റെ അർത്ഥം എന്താ? അവര് രണ്ടുപേരും ഒന്നിച്ചാണ് പോയതെന്ന് നീ എങ്ങനെ പറയും? സ്നേഹ കണ്ടതല്ലേ? സച്ചി ആദ്യം പോയി, പിന്നെ അവന് പുറകെ കാണാതെ അർച്ചനെ. അവര് തമ്മിൽ കണ്ടുമുട്ടിയോ ഇല്ലയോന്ന് എങ്ങനെ അറിയാം? എന്തായാലും സച്ചേട്ടനെ കണ്ട അച്ചുകൊടുത്തി വിളിച്ച് പറയും. അപ്പൊ കണ്ടു കാണില്ല. എന്താ അച്ഛാ, നെഞ്ചിന് വേദന തോന്നുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതല്ലേ അച്ഛനോട് മരുന്ന് കഴിക്കാൻ പറഞ്ഞേ. രാവിലെ തന്നെ കഴിക്കേണ്ട മരുന്നുകൾ കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നാ. എന്ത് വന്നാലും മെഡിസിൻ നിർത്താൻ പാടില്ല. സമാധാനമില്ലാതെ എങ്ങനെയാ മോളെ മരുന്ന് കഴിക്കുന്നേ? അച്ഛാ, അവരിങ്ങ് വരൂ. പക്ഷെ അച്ഛൻ മരുന്ന് കഴിക്കാതെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ അതും വലിയ സങ്കടം ആവില്ലേ? ഞാൻ മരുന്ന് കൊണ്ടുവരാം. പിന്നെ എവിടെ പോയി അവര്? ഇതെന്ത് പരീക്ഷണമാണ് സ്വാമിജി? ഇതാ അച്ഛൻ മരുന്ന് കഴിക്കും. അച്ഛൻ വേഗം ഗുളിയൊന്ന് കഴിച്ച, അല്ലെങ്കിൽ ഇപ്പൊ അച്ഛൻ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. ഒരു മടിയും വിചാരിക്കണ്ട, ഇപ്പൊ തന്നെ സമയം തെറ്റി. വേണ്ട അച്ഛാ, അച്ഛൻ മരുന്ന് കഴിക്കേ. ഏതായാലും അവരും കൂടി വരട്ടെ, എന്നിട്ട് കഴിക്കാം. ഇത് അങ്കിളുടെ പിടിവാശിയാ. അവര് വന്നാലും വന്നില്ലെങ്കിലും അങ്കിള് മരുന്ന് കഴിച്ചല്ലേ പറ്റൂ. ഇനിയിപ്പോ അവര് തിരിച്ചു വന്നില്ലെങ്കിൽ അങ്കിള് മരുന്ന് കഴിക്കത്തേ ഇല്ലേ? അനഘ, കുറച്ചുകൂടെ മനുഷ്യത്വപരമായിട്ട് സംസാരിക്കണം. ആൾക്കാരുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കിയേ കൊള്ളാം. നിനക്ക് പിന്നെ ഇതൊന്നും ബാധകമല്ലല്ലോ, നിന്റെ ആരും അല്ലല്ലോ. വേണ്ട മോളെ, അങ്ങനൊന്നും പറയല്ലേ. അവളുടെ വിടുവായത്തോ അല്ലല്ലോ നമ്മുടെ വിഷമം. അച്ഛൻ ഈ മരുന്നൊന്ന് കഴിച്ചേ, കഴിക്കേ.
എങ്ങോട്ട്? സച്ചി ഉണ്ടായിരുന്നു കൂടെ? ഇല്ല അച്ഛാ, ഏടത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ അവൻ പറയുന്നേ? അർച്ചന മാത്രം ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ടുവെന്ന് ഒരാള് സന്ദീപിനോട് പറഞ്ഞു. സച്ചി എവിടെയെന്ന് ഇതുവരെ ഒരു വിവരവുമില്ല. സന്ദീപേ, നീ ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്ക. ശരി ഏടത്തി. അച്ഛാ, ഇതെപ്പോഴാ പുറപ്പെടുന്നേ? ഇപ്പൊ പുറപ്പെടും. ആരുടെയും കണ്ണിൽപ്പെടാതെ ദൂരെ എവിടേക്കെങ്കിലും പോകണം. ആരും തേടി വരാത്ത സ്ഥലത്തേക്ക്. ജീവിതത്തിൽ മടക്കമില്ലാത്ത യാത്ര. ചേട്ടാ, ഒരു ടിക്കറ്റ് കൂടി. എവിടേക്കാ? ഇയാള് പോകുന്ന സ്ഥലത്തേക്ക്. ഇതാ 15 രൂപ. പൈസ കൊടുക്ക. എങ്ങോട്ടാണെങ്കിലും സച്ചിദാനന്ദൻ ഒറ്റയ്ക്ക് പോണ്ട. കൂടെ അർച്ചനയുണ്ട്. െങ്കിലും മരിച്ചു ജീവിക്കുന്ന ഒരു പാവ മനുഷ്യനുണ്ട് അവിടെ. ആ മനുഷ്യൻ സമ്മതിച്ചാ പൊയ്ക്കോ. എവിടെ ഇല്ല. ഞാൻ ആരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചാ ജീവിക്കേണ്ടത്. ഇത്രയും കാലം ജീവിച്ചത് അങ്ങനെ തന്നെയല്ലേ? ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാനൊന്ന് സമ്മതിക്കോ? അല്ലെങ്കിൽ എന്നെ മരിക്കാനെങ്കിലും ഒന്ന് സമ്മതിക്കോ? എവിടെങ്കിലും പോയെന്ന് മരിക്കാൻ. ഞാൻ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. മരിക്ക. പക്ഷെ അതിനു മുന്നേ എന്നെ കൊല്ലണം. എന്നെ കൊന്നിട്ട് സച്ചേണ്ട് മരിക്കാൻ പറ്റും. കൊല്ല്, കൊല്ല്, കൊല്ല്. എന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ല്, കൊല്ല്, കൊല്ല് സച്ചേട്ട. കഴുത്ത് ഞെരിച്ച് കൊല്ല്. ഇവിടെ വെച്ച് എന്നെ കൊല്ല്, കൊല്ല്, കൊല്ല്. ചേച്ചി, എനിക്ക് തോന്നുന്നതേ അവര് തിരിച്ചു വരാൻ പോയ പോക്കല്ലെന്നാ. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? നിനക്കെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? കാരണം അതൊരുതരം പ്ലാനിങ് പോലെ നടത്തിയ ഒളിച്ചോട്ടാ. ആദ്യം സച്ചിയേട്ടൻ, പുറകെ ഭാര്യയും. നീ എന്തൊക്കെ വിവരക്കേടായി പറയുന്നേ? മണ്ടത്തരങ്ങൾ പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അവരെങ്ങോട്ട് ഒളിച്ചോടാനാ? അതും എന്ത് കാര്യത്തിന്? അവരെന്താ കാമുകന്മാരാണോ രായ്ക്ക് രാമൻ ഒളിച്ചോടാൻ? എന്റെ ഊഹങ്ങളൊന്നും തെറ്റിയിട്ടില്ല ചേച്ചി. സച്ചിയേട്ടൻ എന്തെങ്കിലും 5 മണിക്ക് മുന്നേ ഉണർന്ന് നടക്കാനോ കളിക്കാനോ പോയിട്ടുണ്ടോ?
ഇല്ലല്ലോ. അർച്ചന ഇവിടെ വന്നതിന് ശേഷം 6 മണിക്ക് ശേഷം അല്ലാതെ സച്ചിയേട്ടൻ ആരെങ്കിലും പുറത്ത് കണ്ടിട്ടുണ്ടോ? അതും ഇല്ലല്ലോ. ഇന്നോ അവൾ ഉണരുന്നതിന് മുൻപ് സച്ചിയേട്ടൻ ഉണർന്നു. എന്തിനാ? സോറി സച്ചേട്ടാ. സച്ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇത്രയും നേരം ഞാൻ എൻ്റെ ജീവനം കൈ പിടിച്ച് ഓടുകയായിരുന്നു. ഒന്നും പറഞ്ഞാൽ സച്ചേട്ടന് മനസ്സിലാവില്ല. ഓരോ ആൾക്കൂട്ടങ്ങളിലും ഓരോ മുഖങ്ങളിലും ഞാൻ സച്ചേട്ടനെ തേടുകയായിരുന്നു. ഓടിയും തളർന്നും വീണു അലഞ്ഞു അവസാനം കണ്ടുപിടിച്ചപ്പോ ഞാൻ ചാകാൻ പോവാണെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല. അതാ ഞാൻ തല്ലിപ്പോയത്. എങ്ങനെ തോന്നി സച്ചേട്ടാ അച്ഛനെയും കൂടപ്പിറപ്പുകളെയൊക്കെ ഇട്ടെറിഞ്ഞു പോവാനും ചാവാനും ഒക്കെ? അത്രമാത്രം എന്ത് പ്രശ്നം സച്ചേട്ടൻ ഇപ്പോൾ ഉള്ളത്? നമ്മൾ ഇത്ര അടുത്ത കൂട്ടുകാരായിട്ട് പോലും എന്നോട് പറയാൻ പറ്റാത്ത എന്ത് പ്രശ്നമുള്ളേ? ഇതൊക്കെ ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ടോന്നറിയില്ല. എന്നാലും സങ്കടം കൊണ്ട് ചോദിച്ചു പോകുന്നതാ. സച്ചേട്ടൻ എന്തിനാ രാവിലെ അങ്കിളുടെ മുറിയിൽ പോയത്? ചുമ്മാ കാണാനോ? അത് ഗുഡ് ബൈ പറയാനാണെങ്കിലോ? അങ്കിളിനെ കണ്ടിട്ട് പുറത്തേക്ക് വരുന്ന സച്ചിയേട്ടനെ സ്നേഹ കണ്ടില്ലേ? അവളോടും എന്തൊക്കെയോ ഉള്ളിൽ വെച്ചല്ലേ സച്ചിയേട്ടൻ സംസാരിച്ചത്? അതെന്തിന്? നീ പറയുന്നതിനൊന്നും എനിക്ക് ഉത്തരവില്ല. പക്ഷെ വലിയൊരു ചോദ്യം അവിടെ ഇല്ലേ? എന്തിന്? അതിനുത്തരം വേണ്ടേ? അതിന്റെ ഉത്തരം ചേച്ചി തേടാൻ തുടങ്ങിയിട്ട് നാണൊത്തിരിയായി. നന്ദേട്ടന്റെ കാര്യത്തില് ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. ഇനി അതിലും വലിയൊരു സാധ്യത വേറെ ഇല്ല ചേച്ചി. അതെന്താ? ഇവരുടെ 2 പേരുടെയും ജീൻ ഒന്നല്ലേ? അപ്പോ ഒരേ ടെൻഡൻസി കാണുമല്ലോ. നന്ദേട്ടനും എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണോ എല്ലാരും ഇട്ടെറിഞ്ഞു പോയത്? അത് ചിലപ്പോ ഒരു ജനറ്റിക് ഡിസോർഡർ ആകും. അതുപോലെ ആണെങ്കിലോ സച്ചേട്ടൻ ഒരു സുപ്രഭാതത്തിൽ പോയത്? അന്ന് നന്ദേട്ടന് ഇതുപോലൊക്കെ തന്നെയല്ലേ പോയത്? സച്ചേട്ടനില്ലാത്തൊരു നെല്ലിശ്ശേരിയെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? ഞാനാണ് സച്ചേട്ടന്റെ പ്രശ്നമെങ്കിൽ വിഷമിക്കേണ്ട. ഞാനായിട്ട് തന്നെ ഒരു മാർഗം ഉണ്ടാക്കി തരാം. ഞാനില്ലെങ്കിലും നെല്ലിശ്ശേരിയിൽ ഒന്നും സംഭവിക്കില്ല. കുറച്ച് ദിവസങ്ങളിൽ സങ്കടം ആർക്കെങ്കിലും ഒക്കെ കാണും. അതിനപ്പുറം ഒന്നുമില്ല സച്ചേട്ടാ. പക്ഷെ സച്ചേട്ടനില്ലെങ്കിൽ കത്തി എരിഞ്ഞു പോവാ വീട്. വാ നമുക്ക് പോവാം. അടുത്ത കാലത്തായി സച്ചി എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. അതിന്റെ പേരിലാവും അവര് തമ്മിൽ വീണ്ടും വഴക്കുണ്ടായിട്ടുണ്ടാവുക. ഇനി അതിന്റെ പേരിലെങ്ങാനും? അത് തന്നെ. അതിന്റെ പേരില് ജീവിതം വെറുത്ത് പോയി കാണും. സഹിക്കാവുന്നതിലും കൂടുതൽ പ്രഷർ വരുമ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും ഇറക്കി വെക്കാൻ ഇതുപോലെ എളുപ്പമുള്ള വഴി വേറെ ഇല്ലല്ലോ. ഒറ്റ പോക്ക്. ഇല്ല നഖേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്ര നിസ്സാരക്കാരനല്ല സച്ചി. ഒരു തരത്തിലും കൂട്ടിയിട്ടും കുറച്ചിട്ടും നീ പറയുന്ന കാര്യത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയുന്നില്ല. ചേച്ചി പറഞ്ഞതുപോലെ വഴക്കുണ്ടാക്കിയാണ് സച്ചിയേട്ടൻ പോയത്. അതുകൊണ്ടാണല്ലോ അവള് പുറകെ അന്വേഷിച്ചു പോയതും. എന്താ മറ്റാരോടും വരാൻ പറയാഞ്ഞത്? അവള് തന്നെ ഇത്രയും ഉറപ്പിച്ച് സച്ചിയേട്ടനെ തേടി പോവാൻ ധൈര്യം കാണിച്ചതെന്താ? സാധാരണ ഭർത്താവിനെ കണ്ടില്ലെങ്കിൽ ഭാര്യമാര് കരഞ്ഞു നിലവിളിച്ച് നിൽക്കാറാണല്ലോ പതിവ്.
ഇവിടെന്താ അങ്ങനെ അവള് നിൽക്കാതെ അന്വേഷിച്ചു പോയത്? അപ്പോ അവൾക്ക് കുറ്റബോധം കാണും. സച്ചി സാർ ഇതുവഴി പോകുന്നത് കണ്ടു. ഞാൻ കുറെ വിളിച്ചു, സാറ് കേട്ടില്ലെന്ന് തോന്നുന്നു. സാധാരണ സാറ് കാറിലോ ബൈക്കിലോ ആണല്ലോ പോകാറുള്ളത്. ഇന്നെന്ത് പറ്റി? രാവിലെ ഇറങ്ങിയപ്പോ കാർ കംപ്ലൈന്റ്, ബൈക്കാണെങ്കിൽ സന്ദീപ് കൊണ്ടുപോയി. ആ ദേഷ്യത്തിൽ ഇറങ്ങി നടന്നതാ. എനിക്കാണെങ്കിൽ നടന്നുകൂടെ എത്താനും പറ്റിയില്ല. ആക്സിഡന്റ് നടന്നത് കണ്ടപ്പോ മോള് തെറ്റിദ്ധരിച്ചു പോയി അല്ലേ? നീ പറയുന്നത് അർച്ചനയും അവന്റെ കൂടെ പോയിന്നാണോ? അതോ രണ്ട് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ചേച്ചി. ഒന്നുകില് അവള് സച്ചേട്ടനോടൊപ്പം എന്നേക്കുമായി പോയതാ, അല്ലെങ്കിൽ അവൾ ഏട്ടനെയും കൊണ്ടേ തിരിച്ചു വരും. അവള് തിരിച്ചു വരുമെന്ന് ചേച്ചിക്ക് ഉറപ്പുണ്ടോ? നീ എന്താലോചിച്ച ചിരിക്കുന്ന? ഞാൻ വേറൊരു കാര്യം ആലോചിച്ച് ചിരിച്ചതാ ചേച്ചി. സച്ചേട്ടൻ ഭയങ്കര സെൻസിറ്റീവാ, അതുകൊണ്ട് എന്തും സംഭവിക്കാം. എന്നുവെച്ചാ? എന്ന് വെച്ചാ സച്ചേട്ടൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ? ഏയ് ഇല്ല. അതിനു മുമ്പ് അർച്ചന അവനെ കണ്ടുപിടിക്കില്ലേ? ഇത് അങ്കിള് വെച്ചോ. ഇതെന്തിനാ മോളെ? 2 ചായ കുടിച്ചതിന് ഇത്രയും വലിയ സമ്മാനമോ? എനിക്ക് മോളുടെ അത്രയും പ്രായമുള്ള ഒരു മോളും അതിൽ 2 വയസ്സുള്ള ഒരു പേരക്കുട്ടിയും ഉണ്ട്. മോളെന്നെ കളിയാക്കരുത്. ഇത് ചായ കുടിച്ചതിന്റെ പ്രതിഫലമല്ല അങ്കിളെ. സച്ചേട്ടൻ പോയ വഴി കാണിച്ചു തന്നത് അങ്കിളാ. അങ്കിള് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ ഇത് മോള് കൈ വെച്ചോളൂ. വേണമെങ്കിൽ 2 പേര് 2 ചായ കൂടി കുടിച്ചിട്ട് വയ്ക്കുള്ളൂ. ആ സ്നേഹ, ജോണിനെ വിളിച്ച് കാർ എടുക്കാൻ പറ മോളെ. അച്ഛനിപ്പോ എങ്ങോട്ടാ? എന്റെ മോനെ തേടി. അവനെ കൂടി എനിക്കിനി നഷ്ടപ്പെടാൻ വയ്യ. ഈ ഭൂമിയിൽ അവനുണ്ടെങ്കിൽ ഞാൻ അവനെ തേടി കണ്ടുപിടിച്ച് കൊണ്ടുവരും. അവനെ എനിക്ക് വേണം. സുഖമില്ലാത്ത അച്ഛൻ ഇപ്പോ അവരെ എവിടെ പോയി തിരക്കി കണ്ടുപിടിച്ചോണ്ട് വരുന്നായി പറയുന്നേ? അച്ഛനിങ്ങി വന്നേ, വന്നിരിക്ക. ഇല്ല ഇല്ല, എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നേരം പോകുന്നതനുസരിച്ച് എന്റെ നന്ദം പോയ പോലെ സച്ചിൻ പോവും. ഇനി അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അവനെ തേടിപ്പോയ ആ പാവ അച്ചു. ഞാനും വരാം അച്ഛാ, അച്ഛൻ്റെ കൂടെ. നമുക്ക് എവിടെയും പോയി അന്വേഷിക്കാം. ഞാനും വരാം. നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം? ഉടനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നോക്ക്. അതല്ലേ ബുദ്ധി? മാൻ മിസ്സിംഗ് കേസ് കൊടുത്താ പോലീസ് ഉടനെ അന്വേഷിച്ചു കണ്ടെത്തും. അങ്കിളുടെ SP മൈക്കിൾ സാറിനെ അറിയുന്നതല്ലേ, പിന്നെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടക്കും. അച്ഛാ, അവള് പറയുന്നതിൽ കാര്യമുണ്ട്. നേരെ ഇത്ര ആയില്ലേ? സച്ചിയെ തിരക്കിപ്പോയ അച്ഛനെയും കാണുന്നില്ലല്ലോ. നമ്മൾ ഇനി തെരഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല സമയം പോയിക്കൊണ്ടിരിക്കുക. ഇനി വേറൊന്നും ആലോചിക്കണ്ട. അച്ഛൻ മൈക്കിൾ സാറിനെ വിളിച്ചെന്ന കാര്യം പറഞ്ഞ അന്ന് നന്ദേട്ടന്റെ കാര്യത്തില് വരും പറഞ്ഞ് അച്ഛൻ വിളിക്കേ. അച്ഛാ,
രക്ഷയില്ല അച്ഛാ, ഒരിടത്തും കണ്ടില്ല. ഏട്ടത്തി പോയ ഓട്ടോയെ കുറിച്ച് ചോദിച്ചു, ആർക്കും ഒന്നും അറിയില്ലെന്ന്. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അച്ഛാ സന്ദീപ്